ഹായ് ബിഗ് ബോസ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയായി അവിടെയുള്ള കണ്ടസ്റ്റൻസിന് കൊടുത്തത് ഈ 74 ദിവസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ് അതെന്താണ്, അതായത് ഏറ്റവും സന്തോഷം നൽകിയ ആ ഒരു സംഭവം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. ആ സീൻ പല ആൾക്കാരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, ലാലേട്ടനെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, തീർച്ചയായും ഞെട്ടിപ്പിച്ച് കളഞ്ഞു. നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് അക്ബർ ഷാനവാസ് അവർ എപ്പോഴും അടിയാണ്, പരസ്പരം ഭയങ്കര വൈരാഗ്യമാണ് എന്നുള്ളതൊക്കെയാണ്. ഷാനവാസ് വളരെ കൃത്യമായി അക്ബറിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് ഇവിടെ അക്ബറുമായിട്ടുള്ള വഴക്കും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ഗെയിമിന്റെ ഭാഗമാണ് എന്ന് ഷാനവാസ് പറയുന്നു. ഷാനവാസിന് ഏറ്റവും മനോഹരമായ നിമിഷം സമ്മാനിച്ചത് അക്ബറാണ്. അതായത് അക്ബറും ഷാനവാസും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ചു വരുത്തി ഞങ്ങൾ രണ്ടുപേരെയും ചീത്ത പറഞ്ഞു, ഇനിയും വഴക്ക് കൂടിയാൽ എടുത്ത് പുറത്തു കളയും എന്നുവരെ പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ വന്ന് ഇരിക്കുമ്പോൾ എന്നെ അക്ബർ വന്ന് വിളിച്ചു, നിങ്ങളൊരു പക്ഷെ കണ്ടു കാണില്ല എന്ന് ഷാനവാസ് പറയുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയിരുന്ന് സംസാരിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ എൻ്റെ കഥകളെല്ലാം പറഞ്ഞ് കരഞ്ഞു. അതിനുശേഷം അക്ബറിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് കരഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ആ മനുഷ്യൻ കരയുന്നത് കാണുന്നത്. അതായത് ഈ വലിയ മനുഷ്യൻ ഇങ്ങനെ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനതൊരിക്കലും മറക്കില്ല. തീർച്ചയായും നല്ല രീതിയിലുള്ള സ്നേഹം ഷാനവാസും അക്ബറും തമ്മിലുണ്ട് എന്ന് വ്യക്തമാണ്. ഇവിടെ നടക്കുന്ന വഴക്കുകളും കാര്യങ്ങളെല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷെ ഈ ഒരു സീൻ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതാണ് എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് ഷാനവാസ് പറയുന്നു. തീർച്ചയായും നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് അക്ബറിനോട് ഷാനവാസിന് എന്തോ പൂർവ്വ വൈരാഗ്യമുണ്ട് എന്നുള്ള തലത്തിലാണ്. പക്ഷെ ഷാനവാസ് അങ്ങനെയല്ല, അതൊരു ഗെയിമിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. പക്ഷെ അക്ബറിനെ ഷാനവാസിന് ഇഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം അക്ബർ വന്ന് പറയുന്നുണ്ട്, ഞാനും ഈ വിഷയമാണ് പറയാൻ ഉദ്ദേശിച്ചത്, ഷാനവാസൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് അക്ബറും പറയുന്നുണ്ട്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം വളരെയേറെ സ്നേഹമുണ്ട്. ഗെയിമിന്റെ ഭാഗമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തല്ലുപിടിക്കുന്നുണ്ട്. അത് ഗെയിമിന്റെ ഭാഗമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ അനീഷ് വന്ന് പറയുന്ന കാര്യമുണ്ട്, ഷാനവാസും അനീഷും ജയിലിൽ കിടന്നപ്പോൾ ഉണ്ടായ രസകരമായ നിമിഷങ്ങളാണ്, അതൊരിക്കലും മറക്കില്ല. അത് മുൻപ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം തമാശ പറയുന്ന ആ ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് അനീഷ് പറഞ്ഞത്. തീർച്ചയായും അത് ഷാനവാസും ഓർക്കുന്നു. എന്തായാലും ഷാനവാസ് ഇന്ന് അക്ബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഷാനവാസ് പലപ്പോഴും അക്ബറിനെ ഒരു എതിരാളിയായി കാണുന്നത്? ലാലേട്ടന്റെ മുന്നിൽ വെച്ച് വരെ അക്ബർ ശരിയല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു കാര്യത്തോട് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. തീർച്ചയായും അക്ബറുമായിട്ട് നല്ല രീതിയിലുള്ള ഫൈറ്റ് വരണം, അത് വേറെ കാര്യം. പക്ഷെ എപ്പോഴും അക്ബർ എന്ന് പറയുന്നതിനോട് നമുക്ക് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അത് കൃത്യമായി ഷാനവാസ് മനസ്സിലാക്കി തന്നു, അത് ഗെയിമാണ്. തീർച്ചയായും ഷാനവാസിന് അക്ബറിനെ വലിയ ഇഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ന് അക്ബറും ഷാനവാസും പറഞ്ഞത്. തീർച്ചയായും ഒരുപാട് സന്തോഷമായി. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.